കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ ദാസൻ ജോൺ ഐസക്ക് പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ വെച്ച് പ്രിയപ്പെട്ടവനെ കാണുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അടുത്തിടപെട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൽ കൂടെ നമുക്കുള്ള വലിയ ബന്ധം ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളെ പോലെ നമ്മളാകും. അതാണ് നമ്മുടെ പ്രത്യാശയും, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇന്ന് ഇങ്ങനെ ഈ ലൈനിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്കും കൃപ തന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിക്കും അതുപോലെ എന്നെ ഇതിൽ പരിചയപ്പെടുത്തിയ പ്രിയ കർത്തദാസൻ തങ്കച്ചൻ പേറ്, അദ്ദേഹത്തെയും കുടുംബത്തെയും ദീർഘനാളുകളായി അറിയാം. അതുപോലെ നിങ്ങളിൽ പലരെയും എനിക്ക് അപരിചിതരാണ്. എന്നാൽ ക്രിസ്തുവിൽ കൂടെ നമുക്കൊരു വലിയ ബന്ധമുണ്ട്. നമ്മളെ ഒരു കുടുംബത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ഒരിടത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ആയിത്തീരുക എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ 57 വർഷമായിട്ട് ഷിക്കാഗോയിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ദൈവവചന പഠനത്തിനായിട്ട് ഞാൻ ഈ രാജ്യത്തെ പാസ്റ്റർ കെ ഉണ്ണുണ്ണി സാർ അവറുകൾ എന്നെ അയച്ചതാണ്. എൻ്റെ ആഗ്രഹം എൻ്റെ പഠന ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു. ഡൽഹിയിൽ പോയി ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങണമെന്ന് അവരെന്നെ വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരവും ഉണ്ണുണ്ണി സാറിൻ്റെ ഇഷ്ടപ്രകാരവും ഞാൻ തുടർന്ന് ഇവിടെ പാർക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ 54 വർഷക്കാലം ഒരു സഭയുടെ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. കാരണം അങ്ങനെ എനിക്ക് അത്രയും നാൾ നിൽക്കാൻ പറ്റിയത് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ആരംഭിച്ചതായൊരു കൂട്ടമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ. അന്ന് അമേരിക്കയിൽ 3 സ്ഥലങ്ങളിലായിരുന്നു ആദ്യമായിട്ട് കൂടിവരവുകൾ ആരംഭിച്ചത്. ഒന്ന് ന്യൂയോർക്കിലെ UN അവർ കൂടി വന്ന ഒരു സ്ഥാനം, പിന്നെ ഒക്കലഹോമയിലെ, പിന്നെ ഷിക്കാഗോയിൽ. അതിനുശേഷമാണ് മറ്റുള്ള ഈ വലിയ പട്ടണങ്ങളിലുള്ളതായ സഭകളൊക്കെ ആരംഭിപ്പാനിടയായി തീർന്നത്. ദൈവമക്കളായ നമ്മൾ എവിടെ ചെന്ന് പാർത്താലും പ്രാർത്ഥനയ്ക്ക് വളരെ വില കൊടുക്കുകയും ദൈവമക്കൾ കൂട്ടായ്മയ്ക്കായി കൂടി വരികയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഹ്യൂസ്റ്റണിലും ഡാളസിലും ഷിക്കാഗോയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവസഭകൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. അതുപോലെ എനിക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ലൈനിൽ വന്നിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ ചുരുങ്ങിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സമയത്തിന് 2 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. എൻ്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി തീർന്നു. അതിനുശേഷം 13ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായി തീർന്നു. ആ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ ഭവനങ്ങളിലും പോയി കയറി പ്രാർത്ഥിപ്പാൻ എനിക്കൊരു ആഹ്വാനം ദൈവം തന്നതനുസരിച്ച് എല്ലാ വീട്ടുകാരും ഹിന്ദുക്കളോ അല്ലെങ്കിൽ കൂടുതലും ഹിന്ദുക്കളും സമുദായസ്ഥരുമായ ആൾക്കാരാണ് അവിടെ ഉള്ളത്. എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ സമുദായസ്ഥരാണ്. എൻ്റെ പിതാവ് വിശ്വാസത്തിൽ വന്നപ്പോൾ തന്നെ വീട്ടിൽ നിറക്കി വിട്ടതാണ്. 8 മാസത്തോളം ഭവനത്തിൽ കയറുവാൻ അനുവാദമില്ലാത്തവനായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവഭാഗത്ത് വന്നത്. അങ്ങനെ ഇന്ത്യ പെന്തക്കോസ്തിൻ്റെ വേല കോട്ടയം ഭാഗത്ത് ആരംഭിച്ചപ്പോൾ ആദ്യമായി മുൻപോട്ട് വന്ന 5 കുടുംബങ്ങളിലെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബവും. കിഴക്കേടത്ത് കുടുംബം എന്ന് പറയും. അങ്ങനെ വളരെ കഷ്ടതയിലും പ്രയാസത്തിലും കൂടിയൊക്കെ കർത്താവിനെ എൻ്റെ മാതാപിതാക്കൾ സേവിച്ചതുകൊണ്ട് ദൈവം ഞങ്ങളെ വളരെ അനുഗ്രഹിച്ചു. അത് വളരെ സന്തോഷം. നമ്മളാരും ദൈവത്തെ പിൻപറ്റിയാൽ നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്. അതിനൊന്നും വകവയ്ക്കാതെ നമ്മുടെ പ്രത്യാശ
ആ നാടിനെ നോക്കി കർത്താവിൻ്റെ വരവിനായി നമ്മളെ ഒരുങ്ങണം. ഇങ്ങനെ ഈ പ്രെയർ ലൈനിൽ കൂടെ ഈ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ഒക്കെ ഒന്നും ഇങ്ങനെ കാണുവാൻ തക്കവണ്ണം നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ സംബന്ധിപ്പാൻ എനിക്കും ലഭിച്ചത് ഒരു പദവിയായിട്ട് ഞാൻ കരുതുന്നു. ദൈവമായ കർത്താവെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിന് ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ ഐസക്കിനെയും കുടുംബത്തെയും കർത്താവ് പിന്നെയും ധാരാളമായി ബലപ്പെടുത്തട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിനായിട്ട് സമയമെടുക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ അനുഭവങ്ങളിൽ വ്യത്യാസം വരും, നമ്മുടെ സ്നേഹിതർ നമ്മളെ വിട്ടു മാറിപ്പോകും. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ നാം ഉയർത്തിയാൽ, ആ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് നാം 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വളരെ സുപരിതമായ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആധാരമായി കൊലോസ്യ ലേഖനം അതിൻ്റെ അവസാനത്തെ അധ്യായമായ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഇതാണ്: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലൂസ് ഈ കൊലോസ്യയിലെ വിശ്വാസികൾ അവരെ അവിടുത്തെ പാസ്റ്ററായിട്ട് താൻ ശുശ്രൂഷിച്ചിട്ടില്ല. എപ്പഫ്രാസാണ് കർത്താവിൻ്റെ ദാസൻ, സഭയുടെ ചുമതലക്കാരൻ. പറയാണ്, ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണ്. അപ്പോൾ ഇവിടെ ഈ കൊലോസിയയിലെ വിശ്വാസികളെ അപ്പോസ്തലൻ ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അവിടുത്തെ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നവനാണ് എന്ന് അവരെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ ഈ 4 അധ്യായങ്ങളിൽ 4 പ്രത്യേക കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാമത്തെ കാരാഗ്രഹവാസ സമയത്ത് താൻ എഴുതിയതായ ലേഖനങ്ങളിലൊന്നാണ്. അത് നമുക്കറിയാം. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമോൻ എഴുതിയ ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. 2 തിമോത്തിയും കാരാഗ്രഹ ലേഖനമാണെങ്കിലും അതിനെ കാരാഗ്രഹ ലേഖനത്തിൽ ഉൾപ്പെടുത്താതെ പാസ്റ്ററൽ അല്ലെങ്കിൽ ദൈവദാസന്മാർക്കുള്ളതായ ആലോചനയായിട്ട് ആണ്. അതുകൊണ്ടാണ് അതും ഇങ്ങനെയുള്ള 5 ലേഖനങ്ങളാണ് അപ്പോസ്തലൻ കാരാഗ്രഹ വാസസ്ഥലത്ത് സമയത്ത് എഴുതുന്നത്. എന്നാൽ 2 തിമോത്തി തൻ്റെ മരണത്തിന് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ താൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും എന്ന് പറഞ്ഞ് യുവ സുവിശേഷകനായിരിക്കുന്ന തൻ്റെ വേലയിൽ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന തീമോത്തിയോസിനെ ധൈര്യപ്പെടുത്തി താനെ ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായ, എന്നെ ടച്ച് ചെയ്തായ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. പലപ്പോഴും നമുക്ക് നല്ല ഓട്ടം ഓടുവാൻ സാധിക്കും, എന്നാൽ നല്ല പോർ പൊരുതുവാൻ സാധിക്കും. നമ്മുടെ ഓട്ടം തികപ്പാൻ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ അറിയുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. ദൈവ പൈതലായി തീരുക
എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പദവിയാണ്. നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ നമ്മൾ വീണു പോകുവാൻ, നമ്മളെ തളർത്തിക്കളവാൻ ശത്രു വലിയ പോരാട്ടങ്ങൾ നമ്മുടെ മേലയക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്കായി അനേക നിമിഷങ്ങൾ, ഒരു ഭൂരിഭാഗവും ചിലവഴിച്ചല്ലോ. അവിടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ശാരീരികം, മാനസികം, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വേണ്ടിയൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയുടെ വിടുതലിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഓട്ടം നമ്മൾ തികയ്ക്കണം. അതാണ് പൗലൂസ് ചെയ്ത് പറഞ്ഞ കാര്യം. ഇവിടെ ഈ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ 4 അധ്യായത്തിൽ 4 പ്രത്യേക കാര്യങ്ങൾ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതിൻ്റെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. 2-ാം അധ്യായത്തിലെ വിഷയം, 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതൊന്ന് നിങ്ങളിത് ചൂണ്ടിക്കാണിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമാകണമെന്ന് അപേക്ഷിക്കുന്നു. കൊലോസിയിലെ വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലൂസിനുള്ളതായ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ പൂർണ്ണ പ്രസാദത്തിനായി, നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിൽ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 73-ാമത്തെ വർഷമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ. എൻ്റെ 7-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് എനിക്ക് ചില ദിവസം കൂടെ തന്നാൽ 80 വയസ്സാകും എനിക്ക് അടുത്ത മാസം. എന്നാൽ ഈ 73 വർഷക്കാലത്തെ ജീവിതത്തിൽ ഞാൻ അനേക അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ടുണ്ട്. മറ്റേ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയത്തോടെ നമ്മുടെ പ്രവാസ ജീവിതം കഴിക്കണം. പ്രവാസ ജീവിതം ഭയത്തോടെ ആയിരിക്കണം. ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് ആയി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മൾ ദൈവമക്കൾ വളർച്ച പ്രാപിക്കണം എന്ന് അപ്പോസ്തലനായ പൗലൂസ് കൊലോസ്യയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം കർത്താവിൻ്റെ യോഗ്യമാവണ്ണം നടന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ച് സകല ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മൾ വളർച്ച പ്രാപിക്കണം. അതാണ് കൊലോസ്യ വിശ്വാസികളെ കുറിച്ച് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് ഈ ലേഖനം എഴുതുവാൻ തന്നെ കാരണം 1-ാം നൂറ്റാണ്ടിൽ ഈ കൊലോസ്യ സഭയിൽ ചില ദുരുപദേശകന്മാർ കടന്നു വന്നു. അവർ കടന്നു വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അതിനെ താഴ്ത്തിക്കെട്ടി അവൻ ഒരു സൃഷ്ടി മാത്രമാണ്, ആ ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റായ ഉപദേശം അവർ കൊണ്ടുവന്ന് വിശ്വാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതറിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ശക്തമായി അതിനെ എതിർക്കുകയും ദൈവമക്കൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. അതാണ് ഇതിൽ താൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യം. 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവനിൽ വേരൂന്നിയും
ആത്മീയവർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യന്റെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാദങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനൊത്തവണ്ണം ഉള്ളതല്ല. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ആ ദൈവത്വത്തെ താനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെ, കൊലോസിയിലെ വിശ്വാസികളെ അപ്പോസ്തലൻ ധൈര്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ നമ്മൾ പ്രസാദിപ്പിക്കണം. നമ്മുടെ നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ എല്ലാം കർത്താവിന് പ്രസാദകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കണം. ഇങ്ങനെയുള്ളതായ പ്രയർ ലൈനൊക്കെ കൂടുതലായി വന്നത് ആ കോവിഡിൻ്റെ കാലത്താണല്ലോ. അതോർത്ത് ഞാൻ അനേക ദൈവമക്കളെ അനേകയിടങ്ങളിൽ നമുക്കിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇരുന്നാലും ഒരുമിച്ചിങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു വരുവാനൊക്കെതായ വളരെ നല്ലതായ ഒരവസ്ഥയിൽ നമ്മൾ ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ അനേകം തെറ്റായ പഠിപ്പിക്കലുകളുമായി അനേകർ കടന്നു വന്ന് ദൈവമക്കളുടെ പരമാർത്ഥ മനസ്സിനെ വഞ്ചിച്ചു കളയുന്ന ഒരു കാലം തിന്നും വന്നിരിക്കുകയാണ്. ദ്രവ്യാഗ്രഹം, ദൈവസ്നേഹം വിട്ടിട്ട് ലോകസ്നേഹം, ഇതൊക്കെ വളരെ വർദ്ധിക്കുന്ന കാലത്താണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് താൻ വിശ്വാസികൾക്ക് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം എഴുതുന്നത് ആ സഭ വലിയ പീഡയിൽ കൂടെ കടന്നു പോകുന്ന കാലത്ത് അവരെ ധൈര്യപ്പെടുത്തി, കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ നിൽക്കണം എന്ന് ധൈര്യപ്പെടുത്തി അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നു. 2-ാം ലേഖനം എഴുതിയപ്പോൾ സഭയുടെ പീഡകളെല്ലാം ഒത്തിരി മാറി, ജനങ്ങൾക്കെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനേകരും ആത്മീയമായ കാര്യങ്ങളിൽ ക്ഷീണിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ ആദ്യകാലത്ത് വന്ന ദൈവമക്കൾക്കറിയാം, ഇന്നത്തെ നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാർക്കുന്ന പോലെയുള്ളതായ ധനസൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പാടോടും പ്രയാസത്തോടും ജീവിച്ച അനേക ദൈവമക്കളുണ്ട്. എന്നാൽ അവരുടെ തലമുറകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറയോടുമുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഒരാത്മീയനെ ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇന്നത്തെ ആത്മീയഗോളത്തിൻ്റെ പോക്ക് ഒരു ചെറിയ ഒരു ഉലർച്ചയുള്ളതായ ഒരു ജീവിത രീതിയിൽ കൂടെ പോകുന്ന കാലഘട്ടമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഭാരത്തോടെ പോകുന്ന വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. എന്നാൽ ആത്മീയഗോളം നോക്കിയാൽ ഒരു കാര്യം ദൈവമക്കളെ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ തൻ്റെ വാക്കനുസരിച്ച് അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അതുപോലെ ഇങ്ങനെയുള്ളതായ കാര്യത്തിൽ ഒരു വലിയ പകുതി നഷ്ടം വരുമെന്നാണ് കർത്താവ് ആ കാര്യത്തിൽ പറയുന്നത്. ഇന്ന് കാണുന്ന ആത്മീയ ഗോളത്തിൽ ഈ നിലയിൽ ആത്മീയ ഗോളം പോവുകയാണെങ്കിൽ നമ്മൾ പലരും നഷ്ടപ്പെട്ടു പോകുവാനിടയുണ്ട്. നമ്മൾ വചനം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ വന്ന ആ സത്യത്തിനു വേണ്ടി അവസാനം വരെ നിലനിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നടന്ന കോൺഫറൻസിൻ്റെ തീം ഇതാണ്, തലമുറയ്ക്കായി കൈമാറുക. ഹല്ലേലൂയ. അതെന്നെ ഓർക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്നതാ, ഇതാ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം നൽകി, തനിക്ക് ഒരു മകനെ നൽകി. ആ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഹല്ലേലൂയ ഇസഹാക്കിനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ യാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് 4 മക്കളും എനിക്ക് 10 കൊച്ചുമക്കളുമുണ്ട്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരും ദൈവം കൊച്ചു കുഞ്ഞുങ്ങളെ ഒഴിച്ച് ആ സമയത്തൊക്കെ
ഈ ദൈവം വാഗ്ദത്തം ചെയ്ത് വിളിച്ച് അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ. ദൈവം ഒരാലോചന ദൈവം പറയുമ്പോൾ ഒരു സംശയത്തോടെ പറയാറില്ല. ദൈവം അത് വ്യക്തമായേ പറയുള്ളൂ. എന്നാൽ ഞാൻ അവിടെ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് നടക്കുകയാണ്. സാറായെ വിവരം അറിയിച്ചതായിട്ടൊന്നും വചനത്തിൽ കാണുന്നില്ല. താൻ പറയുന്നൊരു കാര്യം, തൻ്റെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മല, അതേ അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ടു, ഇതാണ് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്ന മല എന്ന് നല്ല ബോധ്യമുണ്ടായി. അപ്പോഴാണ് തൻ്റെ ദാസന്മാരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനും എൻ്റെ മകനുമായി യാഗം കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം കൽപ്പിക്കുന്ന മലയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ട് ദൈവം അവിടെ അബ്രഹാമിനെ അയക്കുകയുള്ളൂ. ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ്. പോകുന്ന വഴിക്ക് അവരിരുവരും ഒരുമിച്ച് നടക്കുമ്പോൾ അപ്പനോട് മകൻ ചോദിക്കുകയാണ്, അപ്പാ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? താൻ അപ്പൻ യാഗം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. താൻ പറയുന്നത്, മകനെ, യഹോവ കരുതിക്കൊള്ളും. അതാണ് ഈ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ, അപ്പനും അമ്മയും ഒരു ചർച്ചിലാണെങ്കിൽ മക്കൾ വേറൊരു പല സഭകൾ കാണുന്നുണ്ട്. അത് ശരിയായൊരു രീതിയല്ല. അവരൊരുമിച്ച് നടക്കണം, ഒരുമിച്ച് ആരാധനയ്ക്കായി പോകണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇതൊക്കെ എന്നാൽ അവർ വളർന്നു കഴിയുമ്പോൾ, കോളേജുകളിലായിരിക്കുമ്പോൾ അതൊക്കെ പ്രയാസമാണെങ്കിലും അവർക്കൊരു ഫണ്ടമെൻ്റലായ ഒരു ട്രൂത്ത്, ബേസിക് ഉണ്ട്. അപ്പനും മകനും അവരൊരുമിച്ച് നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അപ്പാ, വിറകുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഈ ഭാഗത്തെ ഒരു കാര്യം എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ബോധ്യപ്പെടുത്തി ഞാൻ പറയാം. വ്യക്തമായിട്ട് ദൈവം പരീക്ഷിക്കുകയാണ് അബ്രഹാമിനെ. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നോ? നിശ്ചയമായും ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുമെന്ന് അറിയാമെങ്കിലും ഒരു കാര്യം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മല. അവിടെ അനേക മലകൾ കണ്ടിരിക്കാം. വ്യക്തമായി താൻ മനസ്സിലാക്കി, ഇതാണ് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്ന മലയെന്ന്. അപ്പോഴാണ് തൻ്റെ ദാസന്മാരോട് താൻ പറയുന്നത്, നിങ്ങളിവിടെ ഇരിക്കുക, ഞാനും എൻ്റെ മകനും അവിടത്തോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. ദൈവമക്കളെ, ദൈവം കൽപ്പിച്ചയച്ചതുകൊണ്ട് അവിടെ അവരാ മല കയറുന്ന സമയത്ത് ഒരു പക്ഷേ ഒരാട്ടിൻകുട്ടി ഇങ്ങനെ കയറിപ്പോവുമായിരിക്കും മറുഭാഗത്തെ, അവർ കാണുന്നില്ല. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നമ്മോട് പറയുന്ന കാര്യം നമ്മൾ നിർവഹിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി കരുതിയിട്ടാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചന കൊണ്ട് ആരും നമ്മളെ തെറ്റിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമുക്ക് വേഗം മുൻപോട്ട് പോകാം. ഇനി 3-ാം അധ്യായത്തിലെ വിഷയം, 3-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. അതാണ് ഈ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ചെയ്യുവീൻ. എല്ലാറ്റും ഇത് സമ്പൂർണ്ണയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. അതാണ് 3-ാം അധ്യായത്തിലെ അതിപ്രധാനമായ വിഷയം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ, ദൈവസഭയിൽ നമ്മളായിരിക്കുമ്പോൾ
ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളുടെ സഭകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ. ഇതാണ് ദൈവമക്കളുടെ ഇടയിൽ ആയിരിക്കേണ്ടത്. അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളെ ഓർപ്പിക്കുന്നത്. നമ്മളും അതിനൊരു ഭാഗമായിട്ടാണല്ലോ ഈ സൂമിൽ വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുപോലെ ദൈവമക്കളിൽ സമാധാനവും പ്രത്യാശയും ലഭിപ്പാൻ അവരെ ധൈര്യപ്പെടുത്തുവാൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഈ സങ്കീർത്തനം വായനയൊക്കെ നമ്മുടെ സഭയിൽ വന്നത് ഇവിടെയൊന്നും അമേരിക്കയിൽ അതിനൊന്നും ഇപ്പോൾ സമയം പലർ സഭകളിലും ഇല്ല. എന്നാൽ സങ്കീർത്തനങ്ങൾ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പക്ഷേ ഇതിനെ ബേസ് ചെയ്തായിരിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ. അപ്പോൾ ഹല്ലേലൂയ, ദൈവമക്കൾ കൂടി വരുമ്പോൾ അവർക്കുള്ളതായ കൂട്ടായ്മ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഐശ്വര്യമായി നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇനി 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന പുറത്തുള്ളവരോട് നമ്മുടെ ഇടപാട്. ഇപ്പോൾ തന്നെ ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു മുസ്ലിമിനെ കാണുകയും വഴിയിൽ വെച്ച് കാണുകയും പ്രാർത്ഥിക്കുകയും സഭയിൽ വരുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പരസ്യയോഗങ്ങൾ ഈ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ വലിയ പട്ടണങ്ങളിലൊന്നാണ് ഷിക്കാഗോ പട്ടണം. അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റൊരുത്തലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമമേ ഉള്ളെന്ന് മാത്രം എന്ന് വിളിച്ചു പറയുവാനും ജനത്തോട് അന്നേരം അനേകരെ നമ്മൾ വചനം പറയുമ്പോൾ വെള്ളക്കാരും കറുത്തവരും പോകുന്ന ആൾക്കാരൊക്കെ അല്പം ശ്രദ്ധിക്കും. ചിലപ്പോൾ ആദ്യം ചിന്തിക്കും ഇവനെന്തോ കുഴപ്പമാണെന്ന്. എന്നാൽ അല്പം അങ്ങനെയൊക്കെ എപ്പോഴും ദൈവമക്കളായ നമ്മൾ കർത്താവിനെക്കുറിച്ച് മറ്റോട് അറിയിപ്പാൻ നമ്മൾ ഉത്തരവാദിത്വമാണ്. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരോട് അറിയിക്കുക. അതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദൈവമക്കളെ, നിങ്ങൾ തിരുവചനം അറിയാവുന്നവരും ദീർഘനാളുകൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരും ദൈവമക്കളുമായിരിക്കുന്ന ഈ കാര്യം ഞാൻ 4 കാര്യങ്ങളാണ് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. 1-ാമത്തെ അധ്യായത്തിൽ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക, സകല ജ്ഞാനത്തിലും നമ്മൾ വളർച്ച പ്രാപിക്കുക. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ലഭിച്ച ഉപദേശത്തിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. വെറും വഞ്ചന കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും നമ്മളെ ആരും വഞ്ചിക്കരുത്. 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വിഷയം, ഹല്ലേലൂയ, ഒരു ദൈവമക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം. ഒരിക്കലും ഒരു ദൈവദാസനോ ദൈവദാസിക്കോ വലിയ ഹെഡ് വെയിറ്റ് ഉള്ളവരും കാണുമ്പോൾ അവരെന്തോ ഒരു സ്ഥാനത്തായിപ്പോയി എന്നുള്ളതായ നിലപാട് അത് ദൈവികമായ നിലപാടല്ല. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ
നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ആ ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അന്യോന്യം ക്ഷമിക്കുക, അന്യോന്യം പൊറുക്കുക ഒക്കെ ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നതാണ്. ഞാൻ പണ്ടൊക്കെ കേട്ടു, ഇക്കാലത്ത് ഇപ്പം കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ചില സമയത്തെ വാച്ച് നൈറ്റ് സർവീസിൻ്റെ ആ 31st ദിവസം എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതിയിട്ട് പറയും, അതാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ. എന്നാൽ എന്നിട്ട് പിന്നെയും ഒരു വാക്ക്, കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ തീരുമാനിച്ചെങ്കിലും എനിക്കത് സാധിച്ചില്ല എന്നൊരു വാക്കുകൂടെ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ചെറുപ്പം കൊണ്ട് കേട്ടിട്ടാണ്. ദൈവമക്കളെ, ഓരോ ദിവസവും നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് ഒക്കെ കുറേയൊക്കെ സാധിക്കും. എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ആ ദൈവമക്കളെ എടുത്തിയാടിയൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ താൻ അവസാന കാലമായപ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്ത ഒരു വ്യക്തിയായി കാണുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം, ദൈവവചനമാണ് നമ്മുടെ പ്രമാണം. ദൈവവചന അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ ദൈവവചനം പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. പൗലൂസ് എഴുതിയ ലേഖനങ്ങളിലെ നമ്മുടെ 14 ലേഖനങ്ങളിൽ അതാൻ എപ്പോഴും വിശ്വാസത്തെക്കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. അതുകൊണ്ട് പൗലൂസിനെ അറിയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം താനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. തന്നെ മാത്രമാണ് അന്നത്തെ ചക്രവർത്തി കൊല്ലുവാൻ നോക്കി തിളച്ചതായൊരു എണ്ണയിലേക്ക് ഇട്ട് തന്നെ നമ്മളൊക്കെ പപ്പടം ഒക്കെ പൊരിച്ചെടുക്കുന്ന പോലെയോ മീൻ പൊരിച്ചെടുക്കുന്ന പോലെയോ ഒക്കെ കൊല്ലുവാൻ ആഗ്രഹിച്ചെങ്കിലും സഭാചരിത്രം പറഞ്ഞ ഇങ്ങനെയാണ്, നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. ആ ദൈവദാസന്റെ കൈകാലുകളെ കെട്ടി തന്നെ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ആ തിളച്ച എണ്ണ തണുത്ത വെള്ളം പോലെ ആയിപ്പോയെന്നാണ്. തന്നെ അങ്ങനെ കൊല്ലുവാൻ സാധിക്കാഞ്ഞിട്ടാണ് പത്മോസ് ദ്വീപിലേക്ക് തന്നെ നാട് കടത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി അവൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ രൂപാന്തരമാണ്. അപ്പോൾ തന്നെ പിന്നീട് യെരുശലേമിലെ സഭയിൽ തൻ്റെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് വരുമ്പോൾ, തൻ്റെ സ്നേഹിതരെടുത്തുകൊണ്ട് വരുമ്പോൾ താൻ പറയുന്ന വാക്ക്, കുഞ്ഞുങ്ങളെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ ആണ് നമ്മൾ അറിയുന്നത്. എന്നാൽ പത്രോസാണ് പ്രത്യാശയുടെ അപ്പോസ്തലൻ. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് പ്രവൃത്തിയുടെ അപ്പോസ്തലൻ. തൻ്റെ ജീവിതത്തിലെ ഉപദേശങ്ങളെ ആ ലേഖനത്തിലെ പ്രായോഗിക ജീവിതത്തിൽ യൂദായുടെ ഒറ്റ അധ്യായമേ ഉള്ളൂ, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവമക്കളായ നമ്മൾ കർത്താവ് കൃപയാൽ രക്ഷിക്കപ്പെട്ടെന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് നമ്മളാൽ ആവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് പറയുവാനുള്ള, ഞാനും ഒരു കൂട്ടു സഹോദരൻ നിലയ്ക്ക് അവർക്കാണ് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ, അതാണ് നമ്മുടെ പ്രത്യാശ. അത് ദൈവദാസന്മാർക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയിൽ അത്വദാനം ചെയ്ത് കഷ്ടതകൾ അനുഭവിച്ച്, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു മലയാളികളുടെ കൂട്ടത്തിൽ 54 വർഷക്കാലം ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞത് ഈസിയായ ഒരു കാര്യമല്ല. ദൈവമക്കളെ, നമ്മളെല്ലാം മലയാളികളാണല്ലോ. ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ, ചില ഇടപാടുകൾ ആ സമയത്തൊക്കെയും ദൈവമക്കളെ ഇവരെ എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ടു പോകണം, ഇവരെ എങ്ങനെയെങ്കിലും കർത്താവിൽ ധൈര്യപ്പെടുത്തണം. ഞാൻ
ചില സമയത്തെ ശാസിക്കേണ്ടത് ശാന്തമായി ശാസിക്കും, ചില സമയത്തെ മൗനമായിരിക്കേണ്ടത് മൗനമായി ഇരുന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. രാത്രിയിൽ എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞുങ്ങളോ, കൊച്ചു കുഞ്ഞുങ്ങളോ, അവരാരും അറിയാതെ ഞാൻ ഏകനായൊരു ഭാഗത്തിരുന്ന് ദൈവസ്ഥല കരയും, ദൈവത്തോട് കരയും. ആ കരച്ചിൽ ദൈവസ്ഥലക്ക് ഇരുന്ന് കഴിയുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തെല്ലാം പോരാട്ടങ്ങൾ നമുക്ക് വന്നാലും നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങണം. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഞാൻ 4 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. ആ 4 കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഓർത്തില്ലേലും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒന്നാമത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് വേണ്ടി നിൽക്കണം. രണ്ടാമതായിട്ട്, അവനിൽ വേരൂന്നി, ക്രിസ്തുവിൽ വേരൂന്നി, ഹല്ലേലൂയ, അടിസ്ഥാനപ്പെട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ സഭ തുടങ്ങുമ്പോൾ ഞങ്ങളെ അന്നെടുത്തതായ ഒരു കുറിവാക്യം ഇതാണ്. നമ്മുടെ നാട്ടിൽ പെന്തക്കോസ്ത് സഭകളിൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാവായി വേഗം വരുന്നു എന്ന് പറയുന്ന ഞങ്ങളെടുത്ത വാക്യം, ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത തിരഞ്ഞെടുത്ത വാക്യമാണ് കൊലോസ്യ ലേഖനം 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് പകൽക്കാലം ഈ തിരുവചനം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എളിയ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയ തങ്കച്ചൻ കർത്തദാസൻ തങ്കച്ചൻ മുഖാന്തരമാണ് ഞാൻ ഈ പ്രയർ ലൈനിൽ ഇപ്പോൾ പരിചയപ്പെടുന്നത്. ഞാൻ ബോസ്റ്റൺ പ്രയറിലും മറ്റ് പ്രയറിലൊക്കെ തുടർമാനം ന്യൂയോർക്കിലൊക്കെ പ്രസംഗിക്കാറുണ്ട് എൻ്റെ ബിസിയായ സമയത്തിനിടയ്ക്ക്. അതുപോലെ ഇതിനെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ ഐസക്ക്, കർത്താവിൻ്റെ പാസ്റ്റർക്കും കുടുംബത്തിനും ഇപ്പോൾ ഈ ലൈനിലെ ഭാഗവാക്കാകുന്ന എല്ലാ ദൈവമക്കൾക്കും കടന്നു വരാൻ കഴിയാത്ത പലരും ഒരുപക്ഷെ കാണും. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളെല്ലാം കാണപ്പെടണം. ആ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ദിവസത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ഈ അമേരിക്കയിലെ രാവിലെ സമയമാണെങ്കിലും വിവിധമായ ടൈം സോണിൽ നിന്ന് ഈ ലൈനിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ചിന്തിച്ച ദൈവവചനം അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ് വിത്ത് പോലെ 100 മേനി ഫലം കായ്പാനിടയാകണമേ. ഈ ലൈനിലുള്ള എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് ചുമതല വഹിക്കുന്ന കർത്തദാസനെയും കുടുംബത്തെയും, ഇന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും, ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും, കർത്താവിൻ്റെ ഈ സൂമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എളിയവനായ അടിയനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയനെയും നിർത്തിയതേയും ഇനിയും നിർത്തണമേ, സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ, സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവമായ കർത്താവിനെ പ്രിയമുള്ളവരെ, നമുക്ക്